എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് അനാലിസിസിൻ്റെ രണ്ടാമത്തെ പോർഷനാണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. നമ്മൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ, ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ സം നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അനലിറ്റിക് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ആ ഒരു പോയിന്റിന്റെ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ആ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ആ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അനലിറ്റിക് ഫംഗ്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? റെഗുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, റെഗുലർ ഫംഗ്ഷൻ എന്നോ ഹോളോമോർഫിക് എന്നോ ചോദിക്കാം. ഇനി ഒരു ഫംഗ്ഷൻ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ പറയണമെങ്കിൽ എന്താണ്? ആ ഒരു പോയിന്റിന്റെ ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ആ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ആ ഒരു ഫംഗ്ഷൻ ആ പോയിന്റിൽ അനലിറ്റിക് ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് റെഗുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോളോമോർഫിക് ഫംഗ്ഷൻ. അതുപോലെ തന്നെ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതിനെ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് അനലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എഫ് ഓഫ് ഇസഡ് ടു ബി അനലിറ്റിക് എന്ന് പറയുന്നത്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി എന്നുള്ള ഫോമിലാണ് നമുക്ക് തരുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ നമുക്ക് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം, വി എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടും. ആ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. എവിടെയാണ്? ഏത് റീജിയനിലാണോ നമുക്ക് അനലിറ്റിസിറ്റി ചെക്ക് ചെയ്യേണ്ടത് ആ റീജിയനിൽ അതെന്താണോ എന്ന് നോക്കണം, കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ എന്തും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സി ആർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, അപ്പം ഏതും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം? സി ആർ ഇക്വേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കാം. ഓക്കെ, എപ്പോഴും ഏതൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കണം. സോ നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എങ്ങനെ വരും? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2ix വൈ പ്ലസ് എന്ത് വരും? ഐ വൈ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. സോ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് ഏതൊക്കെയുള്ളത്? എക്സ് സ്ക്വയർ റിയൽ ആണ്, മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് റിയൽ ആണ്. സോ റിയൽ പാർട്ടായ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരിക്കും. സിമിലർലി ഇമാജിനറി പാർട്ട് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ഉള്ള പാർട്ട് അതേതാണ് വരുന്നത്? 2xy എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് യുവും വിയും കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഞാൻ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. ഇവിടെ y എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. സിമിലർലി യു വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. മൈനസ് വൈ സ്ക്വയറിൻ്റെ എന്ത് വരും? -2y എന്ന് വരും. ഓക്കെ, സിമിലർലി വി എക്സ് കണ്ടുപിടിക്കണം. വി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അപ്പോൾ 2y എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. 2y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? 2y എന്ന് കിട്ടും. ആൻഡ് വി വൈ ഈക്വൽ ടു എന്ത് വരും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഇൻറ്റു എന്ത് വരും? കോൺസ്റ്റന്റ് ആയ 2x എന്ന് വരും. സോ നമുക്കിവിടെ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടി. ഇനി നോക്കി, 4 പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 2x 2y 2x 2y എന്ന് പറയുന്നതാണ്. ഇതെല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമുക്ക് കണ്ടിന്യൂസ് അല്ലാതെ ഒരു ഫംഗ്ഷൻ വരുന്നത് എപ്പോഴായിരിക്കും? ഇപ്പോൾ ഒരു 1/x-2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് ബാക്കിയെല്ലാം നമുക്ക് തരുന്നത് എന്തായിരിക്കും? ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോമിൽ തന്നെ ആയിരിക്കും. നമുക്ക് ഡിനോമിനേറ്റർ 0 ആകാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് തരുവാണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ? യു എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്, വി വൈ എന്ന് പറയുന്നതും 2x ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? യു എക്സ് ഈക്വൽ ടു വി വൈ എന്നും കിട്ടും. അതുപോലെ തന്നെ യു വൈ ഈക്വൽ ടു എന്തെന്നും കിട്ടും? മൈനസ് വി എക്സ് എന്നും കിട്ടും. സോ എന്താണ്? 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണ്, അതുപോലെ തന്നെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കി, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ് പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? വൈ ആണ്. സോ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് വരും. അതായത് ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അല്ല, ഇവിടെ ഇമാജിനറി പാർട്ട് ഒന്നുമില്ല, അതുകൊണ്ട് വി എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ നമുക്ക് 1 എന്ന് കിട്ടും. സിമിലർലി യു വൈ ചെയ്യുമ്പോഴെന്താണ്? യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതും നമുക്ക് 1 എന്ന് കിട്ടും. വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ്, 0നെ വൈ വെച്ച് ചെയ്താലും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? യു എക്സ് ഇവിടെ നോട്ട് ഈക്വൽ ടു, അല്ല, യു എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. അതുപോലെ തന്നെ യു വൈ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു മൈനസ് വി എക്സും ആണ്. സോ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? അനലിറ്റിക് ആയിരിക്കില്ല. ദിസ് ഈസ് നോട്ട് അനലിറ്റിക്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത്? ഫസ്റ്റ് 1 എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. ഓക്കെ, ഫസ്റ്റ് 1 എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. ഇനി ഫസ്റ്റ് 1 നോക്കി, ഈ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. കാരണം എന്താണ്? യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കും എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ, അതുപോലെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആയിരിക്കും എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ. സോ ഈ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് എവിടെയാണ്? അനലിറ്റിക് ഇൻ ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ ആണ്. സോ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഹാർമോണിക് ഫംഗ്ഷൻ. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2y എന്നാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് യു എക്സ് കണ്ടുപിടിക്കാം. യു എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇ റൈസ് ടു എക്സ് എടുത്താൽ മതി, ഇൻറ്റു സൈൻ 2y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. എന്തെന്ന് കിട്ടും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2y എന്ന് കിട്ടും. സിമിലർലി യു എക്സ് എക്സ് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എഗെയിൻ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2y എന്ന് തന്നെ കിട്ടും. ഇനി നമ്മൾ യു വൈ ചെയ്യുവാണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേംസ് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2yയുടെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ 2yയുടെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു കോസ് 2y ആണ്, അല്ലേ? അപ്പം നമുക്ക് ഇതെന്ന് കിട്ടും 2 ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് 2y എന്ന് കിട്ടും. സിമിലർലി യു വൈ വൈ ചെയ്യുമ്പോൾ എന്ത് വരും? എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോസ് 2yയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2 ഇൻറ്റു സൈൻ 2y ആണ്. സോ എന്ത് വരും? മൈനസ് 4 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2y എന്ന് കിട്ടും. അതായത് ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2y പ്ലസ് മൈനസ് 4 ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2y എന്ന് വരും. എത്ര വരും നമുക്ക്? മൈനസ് 3 ഇൻറ്റു ഇ റൈസ് ടു എക്സ് സൈൻ 2y എന്ന് വരും. സോ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താകില്ല? ഹാർമോണിക് ആകില്ല. സോ ദിസ് ഈസ് നോട്ട് ഹാർമോണിക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ചിലപ്പം എക്സാമിന് ഏത് ചോദിക്കാം? ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനലിറ്റിക് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് എന്താണ്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു ആയിരിക്കും. ഓക്കെ, എഫ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കും. യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു ആയിരിക്കും. അപ്പം നമുക്ക് ഇത് വെച്ച് പ്രോബ്ലം വരാൻ സാധ്യത എങ്ങനെയായിരിക്കും? നമുക്ക് യു എന്ന് പറയുന്ന ഒരു പാർട്ട് തരും, യുവിൽ നിന്നും വി കണ്ടുപിടിക്കാനായിരിക്കും പറയണത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും പറയണത്, ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ടാണ് യു, അങ്ങനെയാണെങ്കിൽ ഇമാജിനറി പാർട്ട് വി കണ്ടുപിടിക്കാനായിരിക്കും പറയണത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർമോണിക് കോഞ്ചുഗേറ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം, എന്നിട്ട് കുറച്ച് പ്രോബ്ലംസും കൂടി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ,
നമുക്ക് ഫസ്റ്റ് യു തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് യു പ്ലസ് ഐ വി. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അനലിറ്റിക് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, യു എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, വി വൈ ആയിരിക്കും. അതുപോലെ തന്നെ യു വൈ ഈക്വൽ ടു എന്തായിരിക്കും, മൈനസ് വി എക്സും ആയിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് യു എക്സ് കണ്ടുപിടിക്കാം. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ നമുക്ക് എന്തെന്ന് കിട്ടും, 2x എന്ന് കിട്ടും. സിമിലർലി യു വൈ എന്ന് പറഞ്ഞാൽ എന്താകും, ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, -2y മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്കറിയാം എന്താണ്, യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. സോ നമുക്ക് വി വൈ എന്ന് പറയണത് എങ്ങനെ എഴുതാൻ പറ്റും, 2x എന്ന് എഴുതാം അല്ലേ. വി വൈനെ നമുക്ക് 2x എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം, ഈ വി വൈ ഈക്വൽ ടു 2x വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടൈംസ് ഒക്കെ അവിടെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി. സോ നമുക്ക് എങ്ങനെ വരും, വി ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ എന്ത് വരും, 2xy പ്ലസ് എന്തായിരിക്കും, ആർബിട്രറി കോൺസ്റ്റന്റ് കാണും. ആ കോൺസ്റ്റന്റിനെ ഞാൻ സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് വിളിച്ചു. കാരണം എന്താണ്, നമ്മൾ സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ ഏതെങ്കിലും ടേം വന്നു കഴിഞ്ഞാലും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായി പൊക്കോളും, 0 ആയി പൊക്കോളും. സിമിലർലി നമുക്ക് അടുത്ത കണ്ടീഷൻ എന്താണുള്ളത്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ് അല്ലേ. സോ നമുക്ക് വി എക്സിന് പകരം എന്തെന്ന് കൊടുക്കാൻ പറ്റും, മൈനസ് യു വൈ എന്ന് കൊടുക്കാം. സോ ഞാൻ വി എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതും, മൈനസ് യു വൈ ആണ്. സോ എന്ത് വന്നു, 2y പ്ലസ് 1 എന്ന് വന്നു. ഇനി ഞാൻ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, 2yയുടെ ഇൻ്റഗ്രൽ എന്ത് വരും, 2xy പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ. 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. പ്ലസ് എന്തോടെ വരും, സം ഫംഗ്ഷൻ ഓഫ് വൈ എന്നും കൂടി വരും അല്ലേ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്, സം ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും വരുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും, സം ഫംഗ്ഷൻ ഓഫ് എക്സും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ്, 2v ആണ് കിട്ടിയിരിക്കുന്നത്. വി ഈക്വൽ ടു 2xy പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് എക്സും വി ഈക്വൽ ടു 2xy പ്ലസ് എക്സ് പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് വൈ എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, വി ഈക്വൽ ടു ഏതാണ്, ഇവിടെ എന്ത് വരും, കോമൺ ആയിട്ട് എന്താ ഉള്ളത്, 2xy ഉണ്ട് രണ്ടിടത്തും. സോ 2xy പ്ലസ് പിന്നെ ഏതാ ഉള്ള, എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ എക്സ്, ആ എക്സ് എന്ന് പറഞ്ഞാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല നമുക്ക്. സോ ഒന്നെങ്കിൽ എങ്ങനെ വരും, നമുക്ക് വി ഈക്വൽ ടു 2xy പ്ലസ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സം ആർബിട്രറി കോൺസ്റ്റന്റ് സി എന്നോട് പറഞ്ഞ് നമുക്ക് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്, ഫസ്റ്റ് യു എക്സും യു വൈയും കണ്ടുപിടിക്കുക, എന്നിട്ട് സി ആർ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തിട്ട് രണ്ടിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടി നോക്കാം, അപ്പോൾ ഇത്രയും കൂടെ ക്ലിയർ ആവും. ഫസ്റ്റ് ലെറ്റ് f1 ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ. f1 എന്ന് പറയുന്നത് z സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. f2 ഓഫ് z എന്ന് പറയുന്നത് എന്താണ്, z കോഞ്ചുഗേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് അനലറ്റിക് ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പ്രൂവ് ചെയ്തു. ഇനി എഫ് ടു ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് കോഞ്ചുഗേറ്റ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പം എഫ് ടു ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് കോഞ്ചുഗേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ ഇസഡ് കോഞ്ചുഗേറ്റ് എന്തായിരിക്കും, എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ യു എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. വി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് വൈ ആണ്. സോ യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. യു വൈ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സിമിലർലി വി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. വി വൈ എന്ന് പറയുന്നത് എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. ഇനി നോക്കിയേ, യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ, അല്ല, ഇവിടെ 1 ആണ്, ഇവിടെ -1 ആണ്. സോ എന്തായിരിക്കും, യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, എഫ് ടു ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് അനലറ്റിക് അല്ല. ഏത് മാത്രമായിരിക്കും അനലറ്റിക് ആയിട്ട് വരുന്നത്, ഉള്ളി എഫ് വൺ ഓഫ് ഇസഡ് ആയിരിക്കും അനലറ്റിക് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഓഫ് ദ കോംപ്ലക്സ് വേരിയബിൾ ഇസഡ് ഈസ് നോട്ട് അനലറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ദ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ അനലറ്റിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും അല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതാം അല്ലേ. എഗെയിൻ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്നാണ് അല്ലേ. എഗെയിൻ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു
ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് എഴുതാം അല്ലേ. അതായത് നമുക്ക് യു ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഇ റൈസ് ടു എക്സ് കോസ് വൈ എന്ന് കിട്ടും. അതുപോലെ തന്നെ വി ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് വന്നു. സിമിലർലി യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ വൈ ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും, മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് വന്നു അല്ലേ. എഗെയിൻ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇ റൈസ് ടു എക്സിൻ്റെ എന്ത് തന്നെയായിരിക്കും, ഇ റൈസ് ടു എക്സ് തന്നെയായിരിക്കും, ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് വരും. ആൻഡ് വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് വൈ ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും, ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കി യു എക്സ് ഇക്വൽ ടു വി വൈ ആണ്, അതുപോലെ തന്നെ യു വൈ ഇക്വൽ ടു മൈനസ് വി എക്സും ആണ്. 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, എഫ് ഓഫ് ഇസഡ് ഇക്വൽ ടു ഇ റൈസ് ടു ഇസഡും എന്താണ്, അനലിറ്റിക് എവരിവെയർ ആണ്. സോ എൻ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ എന്തായിരിക്കും, അനലിറ്റിക് ആയിരിക്കും. ഇനി നമുക്ക് എഫ് ഓഫ് ഇസഡ് ഇക്വൽ ടു സൈൻ ഇസഡ് നോക്കണം അല്ലേ. എഫ് ഓഫ് ഇസഡ് ഇക്വൽ ടു സൈൻ ഇസഡ്. സോ നമുക്ക് സൈൻ ഇസഡിനെ എങ്ങനെ എഴുതാൻ പറ്റും, സൈൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം അല്ലേ. സൈൻ എക്സ് പ്ലസ് ഐ വൈനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സൈൻ എ പ്ലസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഐ വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് ഐ വൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. കോസ് ഐ വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈ ആണ്. ഓക്കെ, പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഐ വൈ. സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആണ്. ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആണ്. സോ ഇവിടെ റിയൽ പാർട്ട് യു എന്ന് പറയുന്നത് എന്താണ്, സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ എന്ന് കിട്ടും. വി എന്ന് പറയുന്നത് എന്ത് കിട്ടും, കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് കിട്ടും. സോ യു ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, യു എക്സ്. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ഇൻറ്റു എന്തെന്ന് വന്നു, കോസ് എച്ച് വൈ എന്ന് വന്നു. സിമിലർലി യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ്, കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ എച്ച് വൈ ആയിരിക്കും. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, കോസ് എച്ച് വൈ ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും, സൈൻ എക്സ് ഇൻറ്റു എന്തെന്ന് വരും, കോസിൻ്റേത് സൈൻ എന്ന് വരും. സോ സൈൻ എച്ച് വൈ എന്ന് വന്നു. സിമിലർലി വി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആണ്. സോ വി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവായ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് വന്നു. സിമിലർലി വി വൈ എന്ന് പറയുന്നത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എച്ച് വൈ ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും, കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കി യു എക്സ് ഇക്വൽ ടു എന്താണ്, യു എക്സ് ഇക്വൽ ടു വി വൈ ആണ്. അതുപോലെ തന്നെ യു വൈ ഇക്വൽ ടു മൈനസ് വി എക്സുമാണ്. 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സൈൻ ഇസഡും എന്താണ്, എല്ലായിടത്തും അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോ നമുക്കിനി ചെക്ക് ചെയ്യാനുള്ളത് ഏത് മാത്രമേ ഉള്ളൂ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ ആണ്. നമുക്കറിയാം മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ സ്ക്വയർ ആണ്. അതായത് എന്തെന്ന് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. സോ ഇവിടെ യു ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ യു എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് 2x എന്ന് കിട്ടും. യു വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും, 2y എന്നും കിട്ടും അല്ലേ. അതുപോലെ വി എക്സ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. വി വൈ എന്ന് പറയുന്നതും എന്താണ്, 0 ആണ്. ഇവിടെ എന്ത് നമുക്ക് പറയാൻ പറ്റും, യു എക്സ് ഇക്വൽ ടു വി വൈ അല്ല, അതുപോലെ യു വൈ ഇക്വൽ ടു മൈനസ് വി എക്സും അല്ല. സോ എഫ് ഓഫ് ഇസഡ് ഇക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താകില്ല, അനലിറ്റിക് ആകില്ല. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം യു ഈക്വൽ ടു എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 2x എന്ന് കിട്ടും. സിമിലർലി യു വൈ എന്ന് പറയുന്നത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സോ മൈനസ് 2y എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഇതൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. സോ അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. അങ്ങനെയാണെങ്കിൽ വി വൈക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, 2x എന്ന് കൊടുക്കാം. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2xൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും, 2xy പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് x എന്ന് വരും അല്ലേ. സിമിലർലി
അടുത്ത എന്തായിരിക്കും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വി എക്സിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, മൈനസ് യു വൈ എന്ന് കൊടുക്കാം. സോ യു വൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്, മൈനസ് 2y ആണ് കിട്ടിയിരിക്കുന്നത്. സോ വി എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും, 2y എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, 2xy പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y എന്ന് കിട്ടും. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം 2v കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ്, 2xy പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് എക്സും 2xy പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം ഏതാണുള്ളത് അവിടെ, vxy ആണുള്ളത്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ യു മാത്രമേ ഉള്ളൂ. യു എന്ന് പറയുന്നത് വൈ ആണ്, വി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് അല്ലെ. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഇത് സാറ്റിസ്ഫൈ CR ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, 0 ആയിരിക്കും കിട്ടുന്നത്. യു വൈ എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്, 1 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വി എക്സ് എന്താണ്, 0 ആണ്. വി വൈയും എന്താണ്, 0 ആണ്. പക്ഷേ ഇത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അടുത്ത് നോക്കി, നോട്ട് അനലിറ്റിക് അറ്റ് എനി പോയിന്റ്, ട്രൂ അല്ലേ. കാരണം എന്താണ്, ഇത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് അതെന്തായിരിക്കും, നോട്ട് അനലിറ്റിക് ആയിരിക്കും. സോ ഈ ഓപ്ഷൻ ട്രൂ ആണ്. ഇനി നോട്ട് എ ഹാർമോണിക് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാർമോണിക് ഫംഗ്ഷൻ ആകണമെങ്കിൽ എന്താണ്, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 കിട്ടണം. അപ്പം യു എക്സ് എന്ന് പറയുന്നത് 0 ആണ്, അതുകൊണ്ട് യു എക്സ് എക്സും എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. യു വൈ എന്ന് പറയുന്നത് 1 ആണ്. സോ യു വൈ വൈ എന്ന് പറയുന്നതും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമുക്ക് എന്തെന്ന് കിട്ടും, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു എന്തെന്ന് വരും, 0 എന്ന് വരും. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഹാർമോണിക് ആയിരിക്കും. സോ നോട്ട് എ ഹാർമോണിക് ഫംഗ്ഷൻ എന്നുള്ളത് എന്താണ്, തെറ്റാണ്. അടുത്തത് ആൻ എൻറ്റയർ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. കാരണം ഇതെന്താണ്, അനലിറ്റിക്കേ ആകുന്നില്ല. അനലിറ്റിക് അല്ലാത്തതുകൊണ്ട് അത് ഒരിക്കലും എന്താകില്ല, എൻറ്റയർ ഫംഗ്ഷൻ ആകില്ല. സോ ഇവിടെ ഏതായിരിക്കും ട്രൂ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് യു ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy² എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഒരു യു പ്ലസ് ഐ വി എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫൈൻ വി ആണ് നമുക്ക് ചെയ്യേണ്ടത്. വി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് യു തന്നിട്ടുണ്ട്. യു ഈക്വൽ ടു എന്താണ്, എക്സ് ക്യൂബ് മൈനസ് 3xy² എന്നാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, യു എക്സും യു വൈയും കണ്ടുപിടിക്കണം. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3x² മൈനസ് 3y² എന്ന് വരും അല്ലേ. സിമിലർലി യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 3x² വൈയുടെ xy² എന്ത് വരും, മൈനസ് 6xy എന്ന് വന്നു അല്ലേ. ഇനി അനലിറ്റിക് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ CR ഇക്വേഷൻ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് എഴുതാം. അതായത് വി വൈ ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാൻ പറ്റും, നമുക്ക് യു എക്സ് എന്ന് കൊടുക്കാം. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 3x² മൈനസ് 3y² ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് 3x² മൈനസ് 3y³ 3 എന്ന് വരും. 3യും 3യും കട്ടായി പോയി എന്തെന്ന് വരും, y³ എന്ന് വരും. പ്ലസ് എന്തോടെ വരും, സം ഫംഗ്ഷൻ ഓഫ് എക്സും കൂടി വരും അല്ലേ. ഇനി നമുക്കറിയാം CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. അതുപോലെ യു വൈ ഈക്വൽ ടു എന്തായിരിക്കും, മൈനസ് വി എക്സും ആയിരിക്കും അല്ലേ. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ എന്ന് എഴുതാം. ഇവിടെ യു വൈ എന്താണ് കിട്ടിയിരിക്കുന്നത്, മൈനസ് 6xy ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് എന്തെന്ന് വരും, 6xy എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, 6x²/2y എന്ന് വരും. 6x²/2 എന്ന് പറയുമ്പോൾ എന്ത് വരും, 3x² പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് y എന്ന് വന്നു അല്ലേ. ഇനി നോക്കി, നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് വി ഏതൊക്കെയാണ്, ഇത് രണ്ടുമാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും, വി ഈക്വൽ ടു രണ്ടിടത്തും കോമൺ ആയിട്ട് 3x² ഉണ്ട്. സോ ആ 3x² എഴുതാം. പിന്നെ ഏതാണുള്ള ഒരു സം ഫംഗ്ഷൻ ഓഫ് y ഉണ്ട്, അതേതാണ്, മൈനസ് y³ ആണ്. സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഏതായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, വി ഈക്വൽ ടു 3x² മൈനസ് y³ ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ നമ്മൾ ഇന്നെടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഏതൊക്കെയാണുള്ളത്, അനലിറ്റിക് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്, ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, താങ്ക്